ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന നല്ല സോഫയുടെ നമ്മുടെ സെറ്റിയുടെ ബാക്കിലിടുന്ന കവേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സെയിം തന്നെ പൂക്കളൊക്കെയാണ്. പക്ഷെ നമ്മുടെ തുണിയുടെ കളേഴ്സ് ഉണ്ടല്ലോ, കുറച്ച് സെയിം കളറാണ്. പക്ഷെ എന്താ പറയുന്നത്, നല്ല ത്രെഡ് വേറെ രീതിയിലാണ് ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള, നല്ല രസമുള്ള, അത്യാവശ്യം നല്ല വലുപ്പത്തോടു കൂടിയുള്ള ചെയർ ബാക്കിന്റെ സെറ്റാണ്. സോഫയുടെ ബാക്കിലിടുന്ന ഇതുപോലെ 2 പീസും ഉണ്ടാവും, പിന്നെ ഇതുപോലെ ഒരു പീസും ഉണ്ടാവും കേട്ടോ. 3 പീസ് സെറ്റിന്റെ ഒരു പീസും ഉണ്ടാവുമേ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്, നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണോ എന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. നമ്മളെല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. പക്ഷെ നമ്മൾ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കണം, കുറച്ച്. പക്ഷെ കുറേ അങ്ങ് പെർഫെക്റ്റ് ആകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ് നല്ല സന്തോഷം കിട്ടുന്നത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ. ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് കിങ് സൈസ് ബെഡ്ഷീറ്റിന്റെ മെഷർമെന്റ് വന്നിട്ട് 100x108 ഇഞ്ചസ് ആണ്. സൈസ് വന്നിട്ട് സൈഡ് ബോർഡർ വന്നിട്ട് ഇത് കണ്ടോ, നല്ല ഓറഞ്ച് കളറാണ്. ഈ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിക്കാനുള്ള കാര്യം എന്താണെന്നറിയാം, പല സ്ഥലങ്ങളിലും നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആക്കാൻ നോക്കും കേട്ടോ. അപ്പം കുറച്ചു നേരമൊക്കെ നമ്മളത് ശരിയാവും, പക്ഷെ അത് ശരിയാകത്തില്ല കേട്ടോ. നമുക്ക് മനസ്സിൽ ഭയങ്കര വിഷമമായിരിക്കും. എനിക്കും ഭയങ്കര വിഷമമായിട്ട് എന്നോട് പെർഫെക്റ്റ് ആണെന്നൊക്കെ ചില സമയത്ത് പറഞ്ഞാൽ, പണ്ട് എന്നോട് ഒരാൾ പറഞ്ഞ എന്താണ്, ഭയങ്കര പ്രൊഡക്റ്റീവ് ആകണം എന്ന് പറഞ്ഞു കേട്ടോ. എനിക്കത് കേട്ട ദിവസം തുടങ്ങി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ എന്ത് പ്രൊഡക്റ്റീവ് ആകാനാണ്, ഇത് കൂടുതൽ എന്താണ് ഞാൻ അത് പ്രൊഡക്റ്റീവ് ആകുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും കേട്ട് സങ്കടപ്പെടണ്ട കേട്ടോ. ഇതും കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്, നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ്. ഈ പ്രിന്റുകളൊക്കെ നമുക്ക് നല്ല രസമായിട്ടോ, ഇങ്ങനെ വരച്ചു വെച്ചോളം തോന്നും കേട്ടോ കാണാനേ. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. ഇതിൻ്റെ സൈഡ് ബോർഡർ 4 സൈഡിലും സൈഡ് ബോർഡർ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. ഇനി നമ്മുടെ ഫേവറേറ്റ് ഷീറ്റ് ആട്ടോ. എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ കളേഴ്സ് ഇങ്ങനെയാണ്. അപ്പം നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഷീറ്റ്സ് ഇടുമ്പോൾ റൂമിന് ഒരു പ്രീമിയം ലുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു സംഭവം കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ലൊരു മാച്ചിങ് ഗ്രേ കളർ കുഷൻ കവറോ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ, അതായത് നീളമുള്ള ആ കവർ വെച്ചാലും നല്ല കവറല്ല, അതിനകത്ത് കുഷൻ വേണം കേട്ടോ. കവർ മാത്രം വെച്ചാൽ ഭംഗി ഉണ്ടാകത്തില്ല. ഇതും ഉണ്ടാവും. നല്ല വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് കേട്ടോ. ഇനിയുള്ളത് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. നല്ല പുതിയ പ്രിന്റിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് 17x27 ഇഞ്ചസ് ആണ്. എന്നിരുന്നാലും മാഗ്നസ്കേപ്സിന്റെ പില്ലോ കവേഴ്സ് കുറച്ചുകൂടി വലുതാണ്. കുറച്ചുകൂടി വലുതാന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് വലുതാന്ന് ചിന്തിക്കേ ചെയ്യരുത് കേട്ടോ. അങ്ങനെയൊക്കെ ചിന്തിക്കും ആൾക്കാർ. അപ്പം അങ്ങനെ ചിന്തിക്കാൻ പാടില്ല കേട്ടോ. സ്റ്റാൻഡേർഡ് സൈസിനേക്കാളും കുറച്ചുകൂടി വലുതാണ് കേട്ടോ. ഇനിയുള്ള ഷീറ്റ് ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാണ്. ഈ ഷീറ്റ് നമ്മൾ ഇതിനു മുമ്പ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കിങ് സൈസിൽ. അന്ന് ക്യൂൺ സൈസ് ചോദിച്ചവർക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്ത ഷീറ്റാണ്. ബോർഡർ കളർ അന്ന് വ്യത്യാസം ഉണ്ടായിരുന്നു, ഇന്ന് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതിനകത്തൊരു ബട്ടർഫ്ലൈ ഉണ്ട്, നല്ലൊരു റോസാപ്പൂ ഉണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള. ഈ ദിവസങ്ങൾ മഴ കഴിയുമ്പോൾ നോക്കി, ഓണം ആകുമ്പോഴത്തേനും നമുക്ക് ബട്ടർഫ്ലൈ ഒക്കെ വരും കേട്ടോ. ഇപ്പോൾ ഒന്നും കാണാൻ കിട്ടത്തില്ല കേട്ടോ. സൈഡ് ബോർഡർ ഈ ഒരു കളറാട്ടോ. മാഗ്നസ്കേപ്സിന്റെ കട ഉള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. ഇവിടെ വന്ന് തൊട്ട് നോക്കി വാങ്ങിക്കാം. പിന്നെ ഉണ്ടല്ലോ, വെബ്സൈറ്റിലൊക്കെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഉണ്ട് കേട്ടോ, പക്ഷെ ചില ഫോട്ടോസ് അവിടെ കാണത്തില്ല. എങ്ങനെ വന്നാലും ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് രാവിലെ 10 മണി 7 മണി വരെ നമ്മുടെ കട ഓപ്പൺ ആണ്. നമ്മുടെ ഓർഡർ എടുക്കുന്ന സമയം രാവിലെ 10:30 തുടങ്ങി 6 വരെയാണ് കേട്ടോ. സൺഡേ ഓപ്പൺ ആണ് രാവിലെ 10 മണി തുടങ്ങി 5 മണി വരെ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ നന്നായി കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി പെർഫെക്റ്റ് നോക്കി വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. താങ്ക്